ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നിലവിൽ 125 പോയിന്റ്സ് അപ് സൈഡിൽ ട്രേഡ് ചെയ്യുകയാണ്. S&Pയുടെ നാസ്ഡാക്കിനെ ക്ലോസിൽ നോക്കുകയാണെങ്കിൽ 1% എബോ 1.5% എബോ നെഗറ്റീവിലാണ് ട്രേഡ് അവസാനിച്ചത്. യൂറോപ്യൻ മാർക്കറ്റ്സും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. 37.39 പോയിന്റ്സ് അപ് സൈഡിൽ FTSE, CAC 50 പോയിന്റ്സ് ഡൗൺ സൈഡിലും DAX 3 പോയിന്റ് ഡൗൺ സൈഡിലുമാണ് ക്ലോസ് ചെയ്തത്. 1% താഴെയാണ്, ബട്ട് നെഗറ്റീവ് ക്ലോസിംഗിലാണ് യൂറോപ്യൻ മാർക്കറ്റ്സ് നിന്നത്. നിഫ്റ്റി പരിശോധിക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൻ്റെ പോസിബിലിറ്റി കാണുന്നു. 11 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. സോ നമുക്ക് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൻ്റെ പോസിബിലിറ്റിയാണ് കാണുന്നത്. നിക്കി നോക്കുകയാണെങ്കിൽ 2% അപ്പാണ്, അതാണ് 1350 പോയിന്റ്സ് അപ്പ് സൈഡിലാണ്. സ്ട്രേറ്റ് ടൈംസ് 50 പോയിന്റ്സ് ഡൗൺ സൈഡിലും ഹാങ്സെങ് 38 പോയിന്റ്സ് ഡൗൺ സൈഡിലുമാണ്, അപ്പ് സൈഡിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ വെയിറ്റഡ് 265 പോയിന്റ് ഡൗൺ സൈഡിൽ. കോസ്പി കുറേ ദിവസത്തെ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഇപ്പോൾ ഒരു 4% അപ്പാണ്, 251 പോയിന്റ് അപ്പാണ് കോസ്പി. സോ അതൊരു പോസിറ്റീവ് സൈനാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാം. നിഫ്റ്റി ഇന്നലത്തെ പെർഫോമൻസ് കണ്ടു കാണും. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, മറ്റ് മാറ്റങ്ങളൊന്നുമില്ല. ഈ ലെവൽസ് നമ്മൾ പറഞ്ഞ ലെവൽസിൽ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിട്ടാണ്. നിങ്ങൾ കണ്ടറിയാം, അക്യുറേറ്റ്ലി 24,260 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിൻ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ റേഞ്ചിലെത്തിയപ്പോൾ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിട്ടു. ആൻഡ് ഈ ഗ്യാപ്പ് അപ്പിന് ശേഷം പറഞ്ഞിരുന്നു, ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റ് ആ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ആൻഡ് മാർക്കറ്റ് സ്ലൈറ്റ്ലി 24,268 എന്ന് പറഞ്ഞ സോണിലേക്ക് അപ്സൈഡ് പോവുകയാണ് ഉണ്ടായത്. അപ്പം നമുക്ക് ഫ്രഷ് ലെവൽസ് പരിശോധിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ 15 മിനിറ്റോ 4 അവർ ചാർട്ടൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും നമുക്ക് 4 അവർ ചാർട്ടിലേക്ക് നിങ്ങൾ നോക്കുക. ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം സ്ട്രോങ്ലി ആ ഒരു ഏരിയ ഹോൾഡ് ചെയ്യാൻ. എപ്പോഴും ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരിച്ച് ആ ഒരു ഏരിയ റീടെസ്റ്റ് ചെയ്യാൻ മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 50 മിനിറ്റ് ചാർട്ടിൽ നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയ ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് ഒരു 24,000 വീണ്ടും മാർക്കറ്റിൻ്റെ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാം. മാർക്കറ്റ് 24,000 വരികയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് ഏരിയ ആയിട്ട് 24,000 എപ്പോഴും ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് നമ്മൾ വീണ്ടും പരിശോധിക്കുക, ഒരു ഓവറോൾ സ്ട്രക്ചർ പരിശോധിക്കുമ്പോൾ മാർക്കറ്റ് ബൈയിങ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഇന്നലത്തെ ഹൈ മാർക്കറ്റിൻ്റെ ഒരു വലിയൊരു സെൽ ഓഫ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇന്നലത്തെ ഈ ഹൈ 24,280 എന്ന് പറഞ്ഞ ഈ സോണ് മാർക്കറ്റിൻ്റെ വലിയൊരു സെല്ലിംഗ് പ്രഷറായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യണം. ഓക്കെ, 24,242 എന്ന് പറയുന്ന ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യണം. മൈനറിലുള്ള ലെവൽസും കൂടെ പരിശോധിക്കാം. ഈ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് അതിജീവിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്കൊരു മൈനർ ലെവലിൽ നമുക്ക് ഇതിലൊന്ന് നോക്കാം. ഈ ഒരു സെല്ലിംഗ് പ്രഷർ അതിജീവിച്ച ഈ സോണ് നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് നോക്കാം. ഡൗൺ സൈഡ് വരുവാണെങ്കിൽ 24,160 ഒരു മാർക്കറ്റിൻ്റെ ഒരു നല്ല സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു ഗ്യാപ്പ് ഏരിയയ്ക്ക് എബോവ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഫസ്റ്റ് ഒരു ചോദ്യം. ഈ 24,130 to 180 റേഞ്ച് മാർക്കറ്റ് വിത്ത്ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അടുത്ത സോൺ എന്ന് പറയുന്നത് ഈ ഹൈയിലേക്കാണ്, ഈ ലിക്വിഡിറ്റി സോണിലേക്ക് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 24,360 റേഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് അടുത്ത ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി. സോ ഈ ഒരു ലെവൽസാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ എന്തായാലും അതിൽ കൂടുതൽ 24,000 എബോവ് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ മാത്രമേ ഇനി ഒരു പാനിക്കിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെ റിസൾട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ടൈമാണ്. അപ്പം നമുക്ക് നോക്കാം. ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികൾ നിങ്ങൾ ശ്രദ്ധിക്കുക: ടാറ്റ സ്റ്റീൽ, മഹീന്ദ്ര, ബജാജ് ഫിനാൻസ്, ഹുണ്ടായി മോട്ടോഴ്സ്, സ്വിഗ്ഗി, LIC ഹൗസിംഗ് ഫിനാൻസ്, AWL അഗ്രി ബിസിനസ്, ദീപക് ഫെർട്ടിലൈസേഴ്സ്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ICRA, IRB ഇൻഫ്രാസ്ട്രക്ചർ, മാൻകൈൻഡ് ഫാർമ, ഗ്ലോബൽ ഹെൽത്ത്, മഹാനഗർ ഗ്യാസ്, NSDL, നുവാമ ഹെൽത്ത് മാനേജ്മെന്റ്, റെയിൽടെൽ, തെർമാക്സ്, ടൊറന്റ് ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് വേദാന്ത. ക്വാർട്ടർലി ഏർണിംഗ്സ് വന്ന കമ്പനികളിൽ ഐഷർ മോട്ടോഴ്സിൻ്റെ ആണെങ്കിൽ അത്യാവശ്യം ഭേദപ്പെട്ട റിസൾട്ടാണ്. 1,200 കോടിയിൽ നിന്നും 1,462 കോടിയിലേക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഡാബറിന്റെ പ്രോഫിറ്റ് റൈസ് ചെയ്തിട്ടുണ്ട്, റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. MOILന്റെ പ്രോഫിറ്റ് സൂം ചെയ്തു, 51 കോടിയിൽ നിന്ന് 87 കോടിയിലേക്ക് മാറി, അതായത് 70% വർധനം ഉണ്ടായിട്ടുണ്ട്, റവന്യൂ റൈസ് ഉണ്ടായിട്ടുണ്ട്. എംടെക് പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് സോർ ചെയ്തിട്ടുണ്ട് ആൻഡ് റവന്യൂ ഓൾസോ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസിന്റെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഹെക്സാവെയർ ടെക്നോളജീസിന്റെ പ്രോഫിറ്റ് ഫോളോ ചെയ്തു, റവന്യൂ ഓൾസോ ജമ്പ് ചെയ്തു എന്നാണ് ന്യൂസ്. വാർ എനർജീസ് നോക്കാം. ഞാൻ കുറച്ചും കൂടെ ഭേദപ്പെട്ട റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നു വാർ എനർജീസിൽ. ബട്ട് 745 കോടിയിൽ നിന്ന് 850 കോടിയിലേക്ക് ഒരു 14% ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ.
ACME സോളാറിനെയാണ് നല്ലൊരു റിസൾട്ട് വന്നത്. 130 കോടിയിൽ നിന്നും 235 കോടിയിലേക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. റവന്യൂ ഓൾസോ ജമ്പ് ചെയ്തിട്ടുണ്ട്. പിരമൽ ഫാർമയാണെങ്കിൽ ലോസ് കുറഞ്ഞിട്ടുണ്ട്. 81 കോടിയിൽ നിന്നും 69 കോടിയിലേക്ക് ലോസ് കുറച്ചു എന്നുള്ളതാണ്. റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. TBO ടെക് അത് പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു റിസൾട്ടാണ്. അടുത്ത നമുക്ക് പരിശോധിക്കേണ്ട റെഡിംഗ്ടൺ ആണ്. പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 225 കോടിയിൽ നിന്ന് 486 കോടിയിലേക്ക് റെഡിംഗ്ടൺ പോയിരിക്കുന്നു. റവന്യൂ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 25,952 കോടിയിൽ നിന്നും 34,922 കോടിയിലേക്ക് പോകുന്നു. പ്രസ്റ്റീജിന്റെ ആണെങ്കിൽ പ്രോഫിറ്റ് സൈഡിൽ കുറഞ്ഞിട്ട് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. വേദാന്ത പവറിന്റെ ലോസ് 423 കോടിയിൽ നിൽക്കുകയാണ്. റവന്യൂ ജമ്പ് ഉണ്ടായിട്ടുണ്ട്. ടീം ലീസ് പരിശോധിക്കുകയാണെങ്കിൽ 26 കോടിയിൽ നിന്ന് 34 കോടിയിലേക്ക് പ്രോഫിറ്റ് സർജ് ചെയ്തിട്ടുണ്ട്. റവന്യൂ റൈസ് ചെയ്തിട്ടുണ്ട്. ക്വിസ്കോർപ്പിന്റെ പ്രോഫിറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസുകളുള്ളത്. പിന്നെ ഹൈറെക്ട് കമ്പനിക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആദ്യ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഒരു ട്രാക്ഷൻ മോട്ടോർ അസംബ്ലീസിന് വേണ്ടിയിട്ടാണ്. ഒരു US മാർക്കറ്റ്സിലേക്കുള്ള ആദ്യ എൻട്രി ആണ് നിൽക്കുന്നത്. ഓക്കെ, നല്ലൊരു ന്യൂസാണ് കമ്പനിക്ക്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്സ് ഒക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റർ ആണ്. ടോട്ടൽ ഫണ്ട്സിന്റെ മൊത്തം ഇൻവെസ്റ്റർ തന്നെയാണ്. ചില കമ്പനികൾ ചിലത് ലോസിലാണ്. പക്ഷെ നമ്മൾ കറക്റ്റ് എല്ലാം ഹോൾഡ് ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് നോക്കാന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാ സ്റ്റോക്സും ഹോൾഡ് ചെയ്യുന്നത്. എല്ലാം ക്വാണ്ടിറ്റി കൺട്രോൾ ആയതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഇല്ലാതെ എല്ലാം ഹോൾഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സിൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളടുത്ത് ചോദിക്കാം. നമ്മളത് പരിശോധിക്കുന്നതായിരിക്കും. എനിക്ക് ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ പബ്ലിക് ചാനൽ വളരെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാമായിരുന്നു. ഇന്നത്തെ ഒരു ബ്രേക്ക്ഔട്ട് സ്റ്റോക്കിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാം. PCBL കെമിക്കൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ മികച്ചൊരു ബ്രേക്ക്ഔട്ട് ഇന്നലെ കിട്ടി. ആൻഡ് PCBയിൽ എല്ലാവരും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. വളരെ സ്ട്രെങ്ത്തിൽ ബ്രേക്ക്ഔട്ട് ചെയ്ത ഒരു കമ്പനിയാണ് PCBL എന്ന് പറയുന്നത്. നിലവിൽ 325 രൂപയാണ് പ്രൈസ്. നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഒരു കൺസോൾട്ടേഷൻ സ്ട്രോങ്ലി ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റീടെസ്റ്റ് ഏരിയ ആയിട്ട് 330 ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 330 ആണ് നല്ലൊരു റീടെസ്റ്റ് ഏരിയ. ഓക്കെ, സോ വേറെ ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.